ന്യൂസ് റിപ്പോർട്ടർമാര് പച്ചയ്ക്ക് മുക്കുന്ന കണ്ടിട്ടുണ്ടോ? അതായത് ഒരു ഭാഗത്ത് ചോട്ട നേതാക്കന്മാരെല്ലാം പെണ്ണുപിടി കാര്യങ്ങളായിട്ട് ഒരു സൈഡ് അവര് ബിസിയാ, അവരെ വിട്ടേക്ക്. നമ്മുടെ ഷോപ്പിക്കട ശിഷ്യന്മാരാ, മൊത്തം പെണ്ണുപിടി കേസകത്താ, അത് വിട്ടേക്ക്. മറുഭാഗത്ത് വിടാ നേതാക്കന്മാര് ഊക്ക് മേടിച്ചിട്ട് ഊക്ക് വണ്ടികളായി. ഈ മൊണ്ണാളത് ഇപ്പൊ ന്യൂസുകാർ വരെ പച്ചക്കറി തൂക്കുന്ന കാണണോ? കണ്ടു നോക്ക്. നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്ന് അവിടെ വന്ന് ആ ലീക്കിനെ കുറിച്ചൊക്കെ പറയുന്നത് കാണുമ്പോഴേ ഒരു കാര്യം ശരിയാ, യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സുകാരും വെച്ച് കൊടുത്ത വീട്ടിൽ നിങ്ങൾക്കൊരിക്കലും വിള്ളൽ കണ്ടെത്താൻ കഴിയില്ല, നിങ്ങൾക്കൊരിക്കലും അവിടെ ക്രാക്ക് കണ്ടെത്താൻ കഴിയില്ല, നിങ്ങൾക്കൊരിക്കലും ഈ കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ ഈ രീതിയിലുള്ള പോണ്ടിംഗ് ടെസ്റ്റ് നടത്തിയതിൽ അവശിഷ്ടവും കാണാൻ കഴിയില്ല, നിങ്ങൾക്കൊരിക്കലും കോൺഗ്രസ്സുകാർ വെച്ച് കൊടുത്ത വീട്ടിൽ 2 വരയിട്ട പെൻസിൽ കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ അവിടെ വീട് വേണം. പക്ഷേ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്ലാൻ അനുസരിച്ച് അവിടെ വീടില്ലാത്തതുകൊണ്ട് വീട്ടിലെ വിള്ളലും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് വീട് വെക്കാൻ കഴിയാത്ത മനുഷ്യരാണ്, ഭൂമി ഏറ്റെടുത്ത് ഒരു കല്ലിന് ഒരു കല്ലെടുത്ത് വെക്കാൻ പറ്റാത്ത മനുഷ്യരാണ് ഇവിടെ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തി കൃത്യമായ പരിശോധനാ ഫലത്തിലൂടെ കിഫ്കോണിന്റെ പരിശോധനയിലൂടെ ഒടുവിൽ 5 വർഷത്തെ ഡിഫക്റ്റ് ലയബിലിറ്റി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മാതൃകാപരമായ ടൗൺഷിപ്പ് പദ്ധതി കൈമാറാൻ വേണ്ടി വരുമ്പോൾ അതിന് മുന്നിൽ നിന്നുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അല്പമെങ്കിലും ഉളുപ്പ് വേണമെന്ന് നമുക്ക് പറയാനുള്ളൂ.